ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ഏറ്റവും ഈസി ആയിട്ട് ചിക്കൻ എങ്ങനെ വറുത്തെടുക്കുക എന്നുള്ളത്. അതിന് 1 കിലോഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾ, ഈ 3 പൊടികളാണ് കൂടുതലായിട്ട് നമ്മൾ സാധാരണ ചേർക്കാറുള്ളത്. ആ 3 പൊടികളും അതിനോടൊപ്പം കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കനിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 കോഴിമുട്ടയും കുറച്ച് കോൺഫ്ലവറും ഞാൻ ചേർക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഉപ്പ് ഇതിനോട് ചേർത്ത് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കനാണ് കാണിക്കുന്നത്. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ വറുത്ത് വയ്ക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കണം, വറുത്ത് വയ്ക്കണം എന്നല്ല, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം പോരാത്ത കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി അതിനകത്ത് ശരിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലിട്ട് വറുത്തെടുക്കാം. നമ്മുടെ പാൻ ഏത് പാനാണോ നമ്മൾ അത് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, ആ പാൻ എടുത്ത് അത് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ചൂടാക്കാൻ വച്ചിരിക്കുകയാണ്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. തേങ്ങ നമുക്കുണ്ട്, ആ തേങ്ങ ആട്ടി എടുത്ത വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരുവിധം ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇടത്തരം പീസുകളായിട്ടാണ് അത് ശരിയാക്കിയിരിക്കുന്ന ചിക്കൻ. ആ ചിക്കനാണ് ഇപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. എണ്ണ ചൂടാവാനായിട്ട്, കുറച്ച് എണ്ണയുള്ള കാരണം ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും മറിച്ചിട്ട ശേഷം കുറച്ചും കൂടിയും 2 സൈഡും മുരിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ പാകത്തിന് മുരിച്ചലാവുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കണം. പാകമായ ചിക്കൻ നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ട്രിപ്പിനുള്ളത് ഇട്ട് കൊടുക്കാം.
നമ്മുടെ രണ്ടാമത് ഇട്ട ചിക്കനും പാകമായിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ എളുപ്പം തയ്യാറാക്കുന്ന ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ അത് നമുക്ക് അലങ്കരിക്കാനായിട്ട് സബോള നൈസായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും കൂട്ടി വറുത്ത് കോരി അതിൻ്റെ മേലിട്ട് അലങ്കരിക്കാം. ഞാനിവിടെ അതൊന്നും ചെയ്യണില്ല. ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെല്ലാവരും കഴിച്ചോളൂ. ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ.